ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC, +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC, UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് there are two statements marked as a assertion and a reason. Read the statements and choose the appropriate option from the options given below. ഓക്കെ, അവിടെ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ ആൻസറിൽ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അസേർഷൻ എന്നും റീസൺ എന്നും. അസേർഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ റീസൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. അസേർഷനിൽ പറഞ്ഞത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ കൺസിസ്റ്റ് ഓഫ് 2 components ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ്. അതിൽ പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 2 കോമ്പോണൻസ് ആണ്. 2 കാര്യങ്ങളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഒന്ന് ഡിവിഡൻഡ്, അതായത് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗം ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ, അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു ലാഭം അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അവരുടെ മൂലധനത്തിൽ ഉണ്ടാകുന്ന ഒരു വളർച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു അസേർഷൻ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 2 രീതിയിലുള്ള റിട്ടേൺ ആണ് കിട്ടുന്നത്. ഒന്ന് ഡിവിഡൻഡ്, അതായത് പ്രോഫിറ്റിൽ നിന്നുള്ളൊരു ഭാഗം, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ നിന്നുള്ളൊരു ക്യാപിറ്റൽ ഗെയിൻ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന ഒരു വളർച്ച, അതാണ് ക്യാപിറ്റൽ ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റീസണിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ടേക്കിംഗ് ഡിസിഷൻസ് വിത്ത് റിഗാർഡ്സ് ടു ദ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു എയ്തർ ടു പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ ടു റീറ്റെയിൻ ഇൻ ദ ബിസിനസ്. അതായത് എന്താ പറയുന്നത്? റീസണിൽ പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നല്ലെങ്കിൽ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക, ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ബിസിനസ്സിൽ നിന്ന് റീറ്റെയിൻ ചെയ്ത് ഒരു കരുതൽ ധനമായിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഭാഗം നീക്കി വെക്കുന്നതിനാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതാണ് ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ടേക്കിംഗ് ഡിസിഷൻ വിത്ത് റിഗാർഡ്സ് ടു ദ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, വിച്ച് ഈസ് റിലേറ്റഡ് എയ്തർ ടു പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡർ, ഒന്നല്ലെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഓർ ടു റീറ്റെയിൻ ഇൻ ദ ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യുക, നമ്മൾ ബിസിനസ്സിൽ തന്നെ എടുത്തു വെക്കുക, കരുതൽ ധനമായിട്ട് നമ്മൾ എടുത്തു വെക്കുന്നതിനാണ് റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 2 സ്റ്റേറ്റ്മെൻറ്റ്. അസേർഷനിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്, റീസണിങ്ങിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എയിൽ പറഞ്ഞത് ഓപ്ഷൻ എ അസേർഷൻ, അതായത് ഈ ബ്രാക്കറ്റിൽ ഇടുന്ന എ എന്ന് പറഞ്ഞ അസേർഷനും ഈ റീസണും ആണ് കേട്ടോ. അപ്പം എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് റോങ്, അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, ആർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്നാണ് പറയുന്നത്. ആണോ? അല്ല അല്ലേ? നമ്മൾ ഇത് 2 കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ അല്ല ആൻസർ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് എന്ത്? ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ഓക്കെ, 2ഉം എയും ആറും കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് ഈ ആർ റീസൺ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സിയും ഡിയും എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ഇൻകറക്റ്റ്, 2ഉം തെറ്റാണെന്നാണ് പറയുന്നത്. തെറ്റല്ലല്ലോ, അപ്പോൾ ഇതല്ല ഉത്തരം. പിന്നെ എന്താ പറയുക? ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇവിടെ പറഞ്ഞത് എയും ആറും കറക്റ്റ് ആണ്, പക്ഷെ എന്താണ് ആർ എന്ന് പറയുന്നത്
എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നാണ് പറയുന്നത്. അതുമല്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് അസേർഷനിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും റീസണിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. രണ്ടും എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലാതെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഓർ ക്വസ്റ്റ്യൻ ആണ്, ദേവ് ഹാസ് 2 projects A and B in hand. The same amount of risk is involved in both the projects. Okay, if the rate of return of project A and B is 20% and 15% respectively, then under normal circumstances which of the 2 project is likely to be selected? അതായത് എന്താ ചോദിക്കുന്നത്? ദേവ് എന്ന് പറഞ്ഞ ആളെ കയ്യിൽ 2 പ്രൊജക്റ്റ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. 2 പ്രൊജക്റ്റിൻ്റെയും എന്താണ് റിസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നഷ്ടസാധ്യത എന്ന് പറയുന്നത് സെയിം ആണ്. അതാണ് പറയുന്നത് ദ സെയിം എമൗണ്ട് ഓഫ് റിസ്ക് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ബോത്ത് എ ആൻഡ് പ്രൊജക്റ്റ്. ബോത്ത് പ്രൊജക്ട്സ്, 2 എ പ്രൊജക്റ്റിലും ബി പ്രൊജക്റ്റിലും റിസ്ക് എന്ന് പറയുന്നത് സെയിം ആണ്. ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് പ്രൊജക്റ്റ് എ ആൻഡ് ബി ഈസ് 20% ആൻഡ് 15% റെസ്പെക്റ്റീവ്ലി. അതായത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്ന റിട്ടേൺ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ബെനഫിറ്റ്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പ്രൊജക്റ്റ് എക്ക് 20%, പ്രൊജക്റ്റ് ബിക്ക് 15% ആണെങ്കിൽ, അതാണ് പറയുന്നത് ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് പ്രൊജക്റ്റ് എ ആൻഡ് ബി ഈസ് 20% ആൻഡ് 15% റെസ്പെക്റ്റീവ്ലി, ദെൻ അണ്ടർ ദ നോർമൽ സർക്യൂംസ്റ്റാൻസ് വിച്ച് ഓഫ് ദ 2 പ്രൊജക്റ്റ് ഈസ് ലൈക്ലി ടു ബി സെലക്റ്റഡ്. അതായത് രണ്ടിൻ്റെയും റിസ്ക് ലെവൽ എന്താണ്? സെയിം ആണ്. പക്ഷേ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊജക്റ്റ് എ ആണെങ്കിൽ 20%, പ്രൊജക്റ്റ് ബിക്ക് ആണെങ്കിൽ 15%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്ന ചോദിച്ചിട്ടുള്ളത്? ഏതായിരിക്കും? റിസ്ക് ഏതായാലും സെയിം ആണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി റിട്ടേൺ ഏതാണ് കൂടുതൽ കിട്ടുന്നത് അതായിരിക്കും അല്ലേ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് പ്രൊജക്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുക? പ്രൊജക്റ്റ് എ ആയിരിക്കില്ലേ സെലക്ട് ചെയ്യുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, പ്രൊജക്റ്റ് എ ആയിരിക്കും. ഓക്കെ, അതാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് എ കോൺട്രാക്ട് whereby one can use the asset of the other with the due permission of the owner on payment of rent without purchasing them. അതായത് എന്താണ്? നമ്മളൊരു സാധനം വാങ്ങാതെ, നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങാതെ, നമ്മളൊരു എഗ്രിമെൻറ്റ് മൂലം ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അസെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് നമ്മൾ എന്ത് പറയുന്നതാണ് ചോദിക്കുന്നത്. അതാണ് ഇറ്റ്സ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് ആണ് വേർ ബൈ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ത്? അസെറ്റ് ഓഫ് അതർ, മറ്റൊരാളുടെ അസെറ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസെറ്റിനെ നമുക്ക് എന്താക്കാൻ പറ്റും? അയാൾക്കൊരു റെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്കത് നമ്മളുടേതാണുള്ള ഒരു രൂപത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് നമ്മൾ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് നമ്മൾ ലീസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻ്റ് എന്നാണ് പറയാം അല്ലേ. നമ്മളൊരു ലീസ് റെൻ്റൽസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു മെഷീനറിയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങാതെ നമ്മളൊരു എഗ്രിമെൻറ്റ് എഴുതിക്കൊണ്ട് ആ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലീസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻ്റ് ആണ് കേട്ടോ. ലീസ് ആണ്. ഓപ്ഷൻ ബി ലീസ് എന്നുള്ളതാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോളോയിങ് ആർ ദ കോമ്പോണൻസ് ഓഫ് 4 P's എക്സെപ്റ്റ്. അതായത് താഴെ കൊടുത്തവയിൽ 4 P's, അതായത് മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചതാണ്. മാർക്കറ്റിംഗ് മിക്സ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പറയുന്നത് 4 P's എക്സെപ്റ്റ്, അതായത് മാർക്കറ്റിംഗ് മിക്സിലെ 4 P's അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4 P's എക്സെപ്റ്റ്, അതിന് ഒഴികെയുള്ളത്, അതായത് 4 P's അതിൽ ഉൾപ്പെടാത്തത് ഏത് പോയിന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് മിക്സിൽ പഠിച്ചിട്ടുണ്ട് 4 P's ഏതൊക്കെയാണ്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ അല്ലേ. അങ്ങനെ 4 പോയിന്റ്സ് ആണ് പഠിച്ചിട്ടുള്ളത്. അതിലില്ലാത്തത് ഏതാണ് പോയിന്റ്? ഓപ്ഷൻ ഡി പബ്ലിക് ആണ് അല്ലേ. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇത് 4ആണ് മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ 4 P's ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി പബ്ലിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പബ്ലിക്. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിൽ വരുന്ന ഓർ ക്വസ്റ്റ്യൻ ആണ്, കോമ്പോണൻസ് ഓഫ് പ്രോഡക്റ്റ് മിക്സ് ഡു നോട്ട് ഇൻക്ലൂഡ്. അതായത്
നമ്മൾ മാർക്കറ്റിംഗ് ഉള്ള ഏരിയ പഠിച്ചപ്പോൾ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ പ്രൊഡക്റ്റ് മിക്സും പഠിച്ചിട്ടില്ലേ, പ്രൊഡക്റ്റിൻ്റെ മിക്സ് 3 പ്രൊഡക്റ്റ് മിക്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്ത പോയിന്റ് ഇതിൽ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് ഏതൊക്കെയായിരുന്നു? ലാബലിംഗ്, ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ്ങിൽ, അങ്ങനെ 3 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബലിംഗ് തന്നെയാണ് കേട്ടോ. നമ്മൾ ലാബലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ലാബലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്രൊഡക്റ്റിൻ്റെ വെർബൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ പാക്കേജിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാബലിംഗ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സും, പ്രൊഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊഡക്റ്റ് മിക്സിൻ്റെ ഒരു കോമ്പോണൻ്റ് ആണ്, ബ്രാൻഡിങ് ഒരു കോമ്പോണൻ്റ് ആണ്, പാക്കേജിങ് ഒരു കോമ്പോണൻ്റ് ആണ്. അതിലല്ലാത്തത് ഏതാണ്? പ്രൊമോഷൻ ആണ് അല്ലേ. പ്രൊമോഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന പോയിന്റ് ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പ്രൊമോഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ. അതായത് 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിന്റെ ഫീച്ചർ അല്ലാത്ത പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ദ എൻറ്റയർ ബിൽഡിംഗ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ സെക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ എന്താ? നമ്മൾ ഇന്റേണൽ ട്രേഡിൽ നമ്മൾ റീറ്റെയിലിംഗ്, അതായത് ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗിൽ പഠിച്ചതാണല്ലേ. അതായത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്, മൾട്ടിപ്പിൾ ഷോപ്പ്, അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൻ്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫീച്ചർ അല്ലാത്ത പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദ എൻറ്റയർ ബിൽഡിംഗ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ സെക്ഷൻസ്. അതെന്താണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്. അതായത് എൻ്റെ ബിൽഡിങ്ങിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ പറഞ്ഞത് എന്താണ്? ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഗുഡ്സ് ലൈക്ക് സ്റ്റേഷനറി ഐറ്റംസ്, ബുക്സ്, ഇലക്ട്രോണിക് ഗുഡ്സ്, ഗാർമെന്റ്സ്, ജ്വല്ലറി എക്സെട്ര ആർ മെയ്ഡ് അവൈലബിൾ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ടൈപ്പ് സാധനങ്ങളായിരിക്കും. ഒന്നിൽ ഗാർമെന്റ്സ് ആണെങ്കിൽ ഒന്നിൽ ജ്വല്ലറി ആയിരിക്കും, ഒന്നിൽ ഇലക്ട്രോണിക് ഗുഡ്സ് ആയിരിക്കും, ഒന്നിൽ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അതും എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൻ്റെ ഒരു ഫീച്ചറാണ്. അടുത്തതാണ് എന്ത്? ദീസ് സ്റ്റോഴ്സ് ആൾസോ പ്രൊവൈഡ് ദ ഫെസിലിറ്റി ലൈക്ക് ഫ്രീ ഹോം ഡെലിവറി ഓഫ് ഗുഡ്സ്, എക്സിക്യൂഷൻ ഓഫ് ടെലിഫോണിക് ഓർഡേഴ്സ് ഫോർ ഗുഡ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സെട്ര. അതായത് ഇത്തരത്തിലുള്ള സ്റ്റോർ ക്രെഡിറ്റ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഫ്രീ ഹോം ഡെലിവറി എല്ലാം കൊടുക്കുന്നുണ്ട്. ടെലിഫോണിക് ഓർഡറൊക്കെ, അതായത് ടെലിഫോണിലൂടെയൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാനൊക്കെ പറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതും എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് ആണ് എന്ത്? ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ തുടങ്ങാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. അതെന്താണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് അല്ലേ, അത് ഫീച്ചർ അല്ല, ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ റീറ്റൈലിംഗ് is a type of small scale retail trade in which retailers move around and sell a variety of items directly to the customers അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്. അതെന്താ പറയുന്നത്? ഡാഷ് ഈസ് എ റീറ്റൈലിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ, ഒരു സ്മോൾ സ്കെയിൽ റീറ്റെയിലിൻ്റെ ടൈപ്പാണ്. അവിടെ എന്താണ്? ട്രേഡേഴ്സ് സാധനങ്ങൾ നടന്നുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്? കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ്ലി ഒരു സാധനങ്ങൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ മൂവ് അറൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂവ് ചെയ്തുകൊണ്ടാണ് സാധനങ്ങൾ സെല് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള റീറ്റെയിലേഴ്സ് നമ്മൾ എന്താ പറയുക ചോദിച്ചിട്ടുള്ളത്, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്തായിരിക്കും? ഇറ്റിനറൻ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും ഉണ്ട് അല്ലേ. സ്വന്തമായിട്ടൊരു ഫിക്സഡ് ഷോപ്പ് ഇട്ട് കച്ചവടം നടത്തുന്നവരെ നമ്മൾ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്നും, അതുപോലെ തന്നെ ഫിക്സഡ് പ്ലേസ് ഇല്ലാതെ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഉന്തുവണ്ടിയിലൊക്കെ കച്ചവടം ചെയ്യുന്നവർ നമ്മൾ ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതാ ചോദിക്കുന്നത്, നടന്നുകൊണ്ട് കൺസ്യൂമേഴ്സിനോട് നേരിട്ട് കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവരായിട്ട് ഇടപഴകി ഉന്തുവണ്ടിയിലോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സ്പേസ് ഇല്ലാതെ നടന്നുകൊണ്ടൊക്കെ കച്ചവടം ചെയ്യുന്നവർ നമ്മൾ എന്ത് പറയും? ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഇറ്റിനറൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിൽ വരുന്ന ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. Mr. A runs a shop in the Nehru market. He sells large quantities of goods to various shopkeepers.
മിസ്റ്റർ എ ഈസ്, അതായത് എന്താ പറയുന്നത്, മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ നെഹ്റു മാർക്കറ്റിൽ ഒരു ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്. അതെന്താ, ഹീ സെൽസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ടു വേരിയസ് ഷോപ്പ് കീപ്പേഴ്സ്. അയാൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ വേരിയസ് ഷോപ്പ് കീപ്പേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾ നമ്മൾ എന്താ പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ആൾ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറേ സാധനങ്ങൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഡീൽ ചെയ്യുകയും റീറ്റെയിലേഴ്സ് ആണെങ്കിൽ സ്മോൾ ഷോപ്പ് കീപ്പേഴ്സിന് അവരുടെ ആവശ്യാനുസരണം, അവർക്ക് ലാർജ് വേണമെങ്കിൽ ലാർജ്, സ്മോൾ വേണമെങ്കിൽ സ്മോൾ, അതായത് അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് സാധനങ്ങൾ കൊടുക്കുന്നവരെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, അതാണ് ചോദിക്കുന്നത്. അപ്പം മിസ്റ്റർ എ എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് ആളാണെന്നാണ് ചോദിക്കുന്നത്. അയാൾ ആരാണ്, ഹോൾസെയിലർ ആണ് അല്ലേ. അയാൾ ഷോപ്പ് കീപ്പേഴ്സിന് സാധനങ്ങൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്താ പറയുക, ഹോൾസെയിലേഴ്സ് എന്നാണല്ലേ പറയുക. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഹോൾസെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. ഇതിൽ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ചെറിയ ചെറിയ ഇതിൽ സാധാരണ കൺസ്യൂമേഴ്സിന് സാധനം നേരിട്ട് വിൽക്കുന്ന ആളുകളാണ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഡീൽ ചെയ്യുക അല്ലെ, പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ബൈ ചെയ്ത് റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ സാധാരണ ഷോപ്പ് കീപ്പേഴ്സിനൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഹോൾസെയിലേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് ഇത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.